മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. ക്യൂബ നമുക്ക് എല്ലാവർക്കും വലിയ ആവേശം നൽകുന്ന ഇടമാണല്ലോ. ഫിദലിന്റെയും ചെയ്യുടെയും ക്യൂബയിലേക്ക് പോവുക അത് സ്വപ്ന സാഫല്യമാണ്. എല്ലാം വിധിയുടെ വിളയാട്ട്. ബെനീവദോസ് ആ ക്യൂബ, വെൽക്കം ടു ക്യൂബ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. ഓല മീൻസ് ഹലോ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ ഓല 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 കൊടുകൈ പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഓല ഓല ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. വാവ ഉൾപ്പെടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ, വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യാനുള്ള ഗൈഡുകൾ ഒക്കെ ഇവിടെ ഭയങ്കരം തന്നെ. ഇവിടുത്തെ ബസ് വന്നെത്തുന്ന ടെർമിനൽ അത്യാവശ്യം വലിയ സൗകര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഒരു മോള് പോലെയെല്ലാം നമുക്ക് തോന്നുന്ന നിലയിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സംവിധാനമാണ്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ നഗരം ചുറ്റിക്കാണാൻ നല്ല ഇടമാണ്. ഗ്രാമം വളരെ രസകരമാണ്. ഞാനിപ്പോ ഉള്ളത് ക്യൂബയുടെ തലസ്ഥാനമായിട്ടുള്ള ഹവാനയിലാണ്. ഈ രാജ്യം ശരിക്കും ഇപ്പോഴും ഒരു 50 വർഷം പുറകിലാട്ടോ എല്ലാ കാര്യത്തിലും. ഇന്റർനെറ്റ് വരെ ഇപ്പോഴാണ് വന്നത്. പല കാര്യങ്ങളിലും 50 വർഷം പുറകിലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും, പക്ഷെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഭയങ്കര കഷ്ടമാണെന്നാണ് എനിക്ക് പലരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. ടൂറിസ്റ്റുകൾ മെയിനായിട്ട് വരുന്ന സ്ഥലങ്ങൾ മാത്രമാണ് കാണാൻ നല്ല ഭംഗിയോടുകൂടി വെച്ചിരിക്കുന്നത്. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഉള്ളതൊക്കെ ആ ഒരു വീടുകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം അവരൊക്കെ എത്രത്തോളം അവർക്കൊക്കെ എത്രത്തോളം ഒരു ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഉണ്ടെന്ന്. ആൾക്കാർ പോകുന്നുണ്ടോ ബസ്? ഇതാണ് ഇവിടുത്തെ ബസ്. നോക്കിയേ, ടിപ്പർ ലോറി ബസ്സാക്കി ഓടിക്കുന്നത്. ഇവിടെ മൊത്തം ഇങ്ങനത്തെ വണ്ടികളാണ് കാണാൻ സാധിക്കുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കഷ്ടമല്ലേ നമുക്ക് കാണുമ്പോഴത്തേക്കിനും. എന്തായാലും രസകരമായിട്ടുള്ള രാജ്യമാണ്. വികസനം പാടെ പുറമോട്ടാട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഓരോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി കാണത്തില്ലേ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ആളുകളൊക്കെ കഷ്ടത്തിലാണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.